ഞാനും വായിച്ചു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ടല്ലോ. ജി സുധാകരൻ തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഇപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ സുധാകരൻ്റെ കാര്യം സുധാകരനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കുമ്പോഴാണ് അദ്ദേഹം അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ അവസരം പറയേണ്ടത്. ഇപ്പോൾ അത് വളരെ ഇമ്മച്യൂറായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? സാങ്കല്പികമാണല്ലോ. ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സുധാകരനും പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യം നോക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്. ആണെങ്കിൽ എന്നതിനെ കുറിച്ച് ഇപ്പം ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. ആണ് എന്നുള്ള കാര്യം വരട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. ജി സുധാകരൻ വളരെ പക്വതയുള്ള മെച്യൂറായിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഇപ്പോൾ ആലപ്പുഴ ജില്ലയെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഏത് പാർട്ടി എടുത്ത് നോക്കിയാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണം എന്താണ്, ഞങ്ങളുടെ മുന്നോട്ട് പ്രതികരണം എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും അത് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പിന്നെ ജി സുധാകരനെ പോലുള്ള ഒരാൾ ആലപ്പുഴയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണെന്ന് എനിക്കറിയാം. പാർട്ടിക്ക് അതീതമായിട്ടും പാർട്ടിക്കകത്തും നല്ല ജനപിന്തുണയുള്ള നേതാവാണെന്ന് അതവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അവരാ വിശദീകരിക്കേണ്ടത്. അല്ല ജി സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറേ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് സുധാകരൻ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിലുള്ള ഒക്കെയുള്ള വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് വേദനയും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ അവർ വന്നപ്പോഴല്ലേ എടുത്തിട്ടുണ്ടാവില്ല. ഐഷാപ്പറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐഷാപ്പറ്റി വന്നപ്പോഴല്ലേ എടുത്തത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ നിലപാടിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വികാരം ഉണ്ടല്ലോ. കേരളത്തിലെ CPM-ന്റെ ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടി പ്രവർത്തകൻ്റെ വികാരം പാലിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് ശരിയാവുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവ സമ്പത്തും ത്യാഗപൂർണ്ണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാക്കന്മാരുടെ പോലും അനുഭവം അതാണെന്നുള്ള തെളിവാണ് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് പഴയ CPM അല്ല. ആ CPM-ന്റെ ശൈലി ആകെ മാറി. ആ മാറിയെന്ന തെളിവാണ് എല്ലായിടത്തും കാണുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. ഇതാണ് സത്യം. എന്തോ അല്ല, അതും അക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ജാക്കറ്റായിട്ട്, അതായത് ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ മോശം അനുഭവങ്ങൾ എന്ന പേരിൽ കൊണ്ടാവുകയും അതിന്റെ ഉൾപേജിൽ പിന്നെ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. പെട്ടെന്ന് നോക്കുമ്പോൾ പത്രം വായിക്കുന്നവർക്ക് കേരളത്തിൽ പവർത്തിട്ട് കേരളത്തിൽ വെള്ളമില്ല, കേരളത്തിലെ സ്കൂളുകൾ കൂട്ടാൻ പോകുന്നു, അങ്ങനെ ഒരു പിടി വാർത്തകളാണ് അത് പരസ്യമായിട്ട് പത്രങ്ങളിലൊക്കെ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ടും പറഞ്ഞാൽ ഇതുപോലെ സർക്കാർ പണം ദുരുപയോഗം ചെയ്ത് സ്വന്തം ഗവൺമെൻറ് തകർന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പാവപ്പെട്ടവർ, ആശാപ്രവർത്തകർ, നമ്മുടെ നാട്ടിലെ നഴ്സുമാർ, ഡോക്ടർമാർ, പാവപ്പെട്ട തൊഴിലാളികൾ, അവർക്ക് കൂലി വർധന ആവശ്യപ്പെടുമ്പോൾ നോ എന്ന് പറയുന്ന സർക്കാർ കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ പരസ്യമല്ലാത്ത രൂപത്തിൽ ഇതുണ്ട്, ചില സീരിയലുകളിലുണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാം. ചില സീരിയൽ കണ്ടാലും ഇതിങ്ങനെ ഇല്ലാത്ത ഇത് കേരളമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള വിവരണങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ
ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൂർത്തിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൂർണ്ണമായിട്ടും. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അവർ തന്നെ പ്രാവശ്യം മാറ്റിയല്ലോ. അവർ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടില്ല. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ അവർ വെറുതെ വിട്ടില്ല. വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. ഒരു രാഷ്ട്രീയ നേതാവിനോടും കാണിക്കാത്ത രീതിയിലുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും അവർക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പോലും ശക്തിയുള്ള ഓർമ്മകളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് രംഗത്ത് വന്നത്. നേരായ മാർഗത്തിലൂടെ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോൾ പരസ്യമാക്കിയിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട്. തെറ്റായ കാര്യം. സ്ഥാനാർത്ഥി നിർണ്ണയം നമ്മുടെ ഒരു ഘട്ടം പിന്നിട്ടിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി ഒരു വട്ടം കഴിഞ്ഞിട്ടുണ്ട്. അവർ കുറേ സീറ്റുകളിലൊക്കെ ധാരണയായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നാളെയും മറ്റന്നാളും ഞങ്ങൾ 2 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് വളരെ താമസം പിന്നാതെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. അത്തരം കാര്യങ്ങൾ മുന്നണിക്കകത്താണ് ചർച്ച ചെയ്യേണ്ടത്. മാധ്യമങ്ങളോടല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഒരു വ്യവസായി സ്ഥാനാർത്ഥിയായിരിക്കുന്ന വ്യവസായി പണം മുടക്കിയതായിട്ട് അവിടെ അങ്ങനെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പ്രചരണങ്ങളും ഊഹാവങ്ങളും അല്ലേ. കോൺഗ്രസിൻ്റെയും UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴല്ലേ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കും ഏത് നല്ല കാര്യം അവർ ചെയ്യട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണമാണല്ലോ ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. നടക്കട്ടെ.